ഹലോ ഫ്രണ്ട്സ്, ടെക്വേൾത്തിങ്ങിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഒരു കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന കീബോർഡ് എങ്ങനെ ഒരു സംഗീത ഉപകരണമായി മാറ്റാം എന്നാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിനായി ഉപയോഗിക്കുന്ന ഒരു കേടായ കീബോർഡാണ്. ആ കേടായ കീബോർഡ് സാധാരണ കീബോർഡുകൾ കടയിലൊന്നും ശരിയാക്കാറില്ല, അതുകൊണ്ട് നമുക്കത് എടുത്ത് കളയാനേ കഴിയത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ കളയുന്ന ഈ കീബോർഡുകളെ കളയുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയൊരു കളിപ്പാട്ടമായി മാറ്റാം, അതിനൊരു സംഗീത ഉപകരണമാക്കി എങ്ങനെ മാറ്റാം. അതിനുവേണ്ടി ആദ്യമായി വേണ്ടത് ഒരു ചെറിയൊരു മ്യൂസിക് ബോർഡാണ്. ഒരു സംഗീത പുറപ്പെടുവിക്കുന്ന ചെറിയൊരു ഇലക്ട്രിക് സർക്യൂട്ട് അടങ്ങിയ ഒരു ചെറിയൊരു ബോർഡാണ്. അപ്പോൾ UM66IC എന്ന് പറയുന്ന ചെറിയൊരു IC ഉപയോഗിച്ചുള്ളൊരു സംഗീത ഉപകരണം ആണ് ഈ കാണുന്ന ഈ ബോർഡ്. അപ്പോൾ ഈ കാണുന്ന UM66 എന്നൊരു IC ആണ്. ഈ ICയിൽ നിന്നുള്ള സൗണ്ടിനെ ആംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഒരു ചെറിയ ട്രാൻസിസ്റ്റർ BC547 ട്രാൻസിസ്റ്റർ കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സംഗീതം ഒരു സ്പീക്കറിനോട് കൊടുത്ത് അതൊരു ശബ്ദമാക്കി മാറ്റുന്നു. അപ്പോൾ ഈ ഒരു ചെറിയ സർക്യൂട്ടിനെയാണ് ഈ ഒരു കീബോർഡുമായി കണക്ട് ചെയ്ത് നമ്മളൊരു കീബോർഡ് സംഗീത ഉപകരണമായി മാറ്റുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു സർക്യൂട്ട് ശബ്ദം എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി ജസ്റ്റ് ഇതൊന്ന് ബാറ്ററിയുമായി കണക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ശബ്ദം നിങ്ങൾക്ക് പരിചിതമായിരിക്കും. അപ്പോൾ ഈ ഒരു ടോണാണ് ഈ ഒരു സംഗീത ബോർഡിൽ നിന്നും കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ശബ്ദം ഉപയോഗിച്ച് ഒരു കീബോർഡ് വഴി നമുക്ക് എങ്ങനെ അതിനൊരു സംഗീത ഉപകരണമായി മാറ്റാമെന്ന് നോക്കാം. അപ്പോൾ ഈ കാണുന്ന ഒരു ചെറിയൊരു കീബോർഡാണ്. ഇത് ലോഗിടെക് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ലോഗിടെക്കിൻ്റെ ഒരു കീബോർഡാണ്. ഈ കീബോർഡ് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഈ കീബോർഡ് എന്തൊക്കെയാണ് ആദ്യമുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കാണുന്ന എത്ര ഷീറ്റാണ് നമ്മൾ നോക്കാം. ഇവിടെ 3 ഷീറ്റ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 3 ഷീറ്റുകൾ. അതിൽ 2 ഷീറ്റുകൾ മാത്രം കുറച്ച് ലൈൻസ് കാണുന്നുണ്ട്. നമുക്കറിയാം, ചെറിയ ലൈൻസുള്ള ഈ ഷീറ്റിൽ കാണാവുന്നതാണ്. പക്ഷെ രണ്ടാമത്തെ ഷീറ്റിൽ ഒരു പ്ലെയിനാണ്. 3-ാമത്തെ ഷീറ്റിലും കുറച്ച് ലൈൻസ് കാണാവുന്നതാണ്. അപ്പോൾ ഈ കാണുന്ന ലൈൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ കണക്ഷനാണ്. ഈ ഒരു കീബോർഡിൻ്റെ കണക്ഷനാണ് ഈ ലൈൻസ് എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് ഈ കണക്ഷൻ ഉപയോഗിക്കുന്നത്? ഇപ്പോൾ ഓരോ പോയിൻ്റുകളൂടെ കാണാം. അതേപോലെ ഈ ഒരു കവറിൽ ഈ പോയിൻ്റ് ഉണ്ട്, ഇടയ്ക്ക് ഒരു ഹോൾ മാത്രമുള്ള ഒരു കവർ, തൊട്ട് താഴെ ഒരു പോയിൻ്റ്. ആക്ച്വലി ഇതൊരു സ്വിച്ചാണ്. ഈ 2 വെള്ള ഡോട്ടുകൾ പരസ്പരം ജോയിൻ ആകുമ്പോഴാണ് ആ സ്വിച്ച് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ഒരുപാട് സ്വിച്ചുകൾ ഇതിനകത്തുണ്ട്. കണ്ടു, ഇപ്പോൾ ഇവിടെ നിന്നും ഒരു ലൈൻ ഇങ്ങോട്ട് പോയിട്ടുണ്ട്. ഇങ്ങോട്ടല്ല, ഇതിങ്ങനെ പോയിട്ടുണ്ട്. ഇങ്ങനെ പോയി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഈ സംഭവം, ഇതിനിടയ്ക്ക് ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഒരു 7 ഓം ആണ്. ഒരു 7 ഓമിൻ്റെ റെസിസ്റ്റൻസ് ഓരോ ഡോട്ടുകൾക്കിടയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു റെസിസ്റ്റൻസിൻ്റെ വ്യത്യാസം അനുസരിച്ചാണ് ഏത് കീയാണ് പ്രസ് ചെയ്തതെന്ന് കമ്പ്യൂട്ടർ മനസ്സിലാകുന്നത്. അപ്പോൾ ഈ വരുന്ന ഡാറ്റ ഈ IC ഉപയോഗിച്ച് ഇവിടെ പ്രോസസ്സ് ചെയ്യുന്നു. അതിനനുസരിച്ച് കറക്റ്റ് ഡാറ്റ നമ്മൾ കമ്പ്യൂട്ടറിലോട് പാസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഐഡിയ വെച്ച് നമുക്ക് ഇതിനെ മൊത്തത്തിലും ഒരു റെസിസ്റ്റീവ് സ്വിച്ചായിട്ട് ആക്ട് ചെയ്യാൻ കഴിയും. എന്ന് പറയുമ്പോൾ ഓരോ സ്വിച്ചുകൾക്കിടയിലുമുള്ള റെസിസ്റ്റൻസിനനുസരിച്ച് നമ്മളൊരു പ്രത്യേക റെസിസ്റ്റൻസ് ഓരോ സ്വിച്ച് അമുക്കുമ്പോഴും നമുക്ക് കിട്ടും. ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചാണ് നമ്മളിതിനെ ഒരു സംഗീത ഉപകരണമായി മാറ്റാൻ പോകുന്നത്. ഇതിനു വേണ്ടി ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഈ കാണുന്ന കവറിൽ ഇവിടെ മുതൽ ഇവിടം വരെ ഏകദേശം ഇവിടം വരെ ഇതിൻ്റെ ലൈൻസ് ഉണ്ട്. പിന്നെ ഒരു 8 ലൈൻസ് ഇതിലില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 3 ലൈൻസ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഇടയ്ക്കുള്ള 8 കണക്ഷൻ. അപ്പോൾ ഈ കണക്ഷൻ എല്ലാം ഈ ഒരു ബോർഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ബോർഡിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കവറിൽ ഇതിൽ നിന്ന് വരുന്ന ഒരു 8 കണക്ഷൻസ് ഇല്ല. ആ 8 കണക്ഷൻസ് വരുന്നത് ഇതിലാണ്. ഇവിടെ കാണാവുന്നത് 8 കണക്ഷൻസ് ഇതിലാണ് വരുന്നത്. അപ്പോൾ ചെയ്യേണ്ട കാര്യം, ഇതിൽ വരുന്ന ഈ 8ന് മുമ്പുള്ള എല്ലാ കണക്ഷനും വരുമ്പോൾ ഷോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി ഒരു കമ്പി ഉപയോഗിച്ച്, കണ്ടോ, ഈ കമ്പി ഉപയോഗിച്ച് ഇവിടെ ഷോർട്ട് ചെയ്തിട്ടുണ്ട്.
ഈ 8 കണക്ഷനും ഒരുമിച്ച് എന്ത് ചെയ്തു, സോൾഡർ ചെയ്തെടുത്തു. അതുപോലെ ഇവിടെ നിന്നുള്ള 3 കണക്ഷനുണ്ട് ബാക്കി, അതും ഒരുമിച്ച് ഷോർട്ട് ചെയ്തു. എന്നിട്ട് ഈ 2 കണക്ഷനും കൂടെ ഒരുമിച്ചാക്കി. ഈ 8ന് മുമ്പുള്ള ഇത്രയും കണക്ഷനും ഇത്രയും കണക്ഷനും പക്ഷേ ഈ ഫസ്റ്റ് കവറിലുള്ള മുഴുവൻ കണക്ഷനും ഒരുമിച്ച് എന്ത് ചെയ്തു, കണക്ട് ചെയ്തെടുത്തു. പിന്നെ രണ്ടാമത്തെ ഷീറ്റിലെ 8 കണക്ഷൻ എന്ത് ചെയ്തു, ഒരുമിച്ച് ജോയിൻ ചെയ്ത് എടുത്തു. ഇങ്ങനെ 2 വയറുകളാണ് നമുക്ക് കിട്ടിയത്. ഈ 2 വയറുകൾ ശരിക്കും ഒരു സ്വിച്ചിൻ്റെ 2 അറ്റം പോലെ പ്രവർത്തിക്കും. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് ഈ കിട്ടുന്ന ഔട്ട്പുട്ട് ഇതിൻ്റെ അറ്റങ്ങൾ ഇതാണ്. ഇത് ഒരുമിച്ച് കണക്ട് ചെയ്തതിൻ്റെ ഒരു വയറാണ്. ഇത് ഒരുമിച്ച് കണക്ട് ചെയ്തതിൻ്റെ മറ്റൊരു വയറാണ്. അപ്പോൾ ഈ 2 വയറുകളാണ് ഈ കാണുന്ന കീബോർഡിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഇത് സംതിങ് ലൈക്ക് ഒരു സ്വിച്ചാണ്. ഒരു സ്വിച്ചിൻ്റെ 2 അറ്റങ്ങൾ പോലെ ഇത് പ്രവർത്തിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഇതിലൂടെ കണക്ട് ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ബാറ്ററി എടുത്തു, അപ്പോൾ നമ്മുടെ സംഗീത ഉപകരണം നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ബോർഡ് എടുത്തു. ആ ബോർഡ് എടുത്തതിന് ശേഷം നമ്മൾ ഇനി എന്ത് ചെയ്യും, ഇതിൽ ബാറ്ററിയുമായി കണക്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇതിലെ ഒരു കണക്ഷൻ ഇതിലോട്ട് കണക്ട് ചെയ്യുക. നമ്മുടെ ഈ ഒരു കീബോർഡിൽ നിന്ന് ഒരു കണക്ഷൻ നമ്മുടെ ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യേണ്ട ഒരു പോർഷനിലോട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ബാക്കി 2 വയറുകൾ നമുക്ക് കിട്ടും. ആ 2 വയറുകൾ ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യുക. ഇത്തരത്തിൽ കാണുന്നത് പോലെ നമ്മളിത് കണക്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഓരോ സ്വിച്ച് അമർത്തുമ്പോഴും ഇത് പ്രവർത്തിച്ചു തുടങ്ങും. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വർക്കിംഗ് ആണോ നോക്കാം. കണ്ടോ, ആ 2 ഡോട്ട് ഒരുമിച്ച് ടച്ച് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഡിഫറെൻറ്റ് സ്വിച്ചുകൾ ടച്ച് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ സൗണ്ട് വ്യത്യാസം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഫുള്ള് കവർ ചെയ്ത് വെച്ചതിന് ശേഷം വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം.